കുടുംബസമേതം എല്ലായിടത്തും പോവുകയും അവിടെയെല്ലാം ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു താരമാണ് നടി നയൻതാര. ഇപ്പോഴിതാ നടി നയൻതാര സോഷ്യൽ മീഡിയയിൽ സജീവമായി നടി ചക്കുളത്തുകാവിലെത്തിയിരിക്കുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നടിയുടെ പിന്നാലെ തന്നെ മാധ്യമങ്ങൾ നടക്കുന്നത് കൊണ്ട് നടി എവിടെ പോയാലും പ്രേക്ഷകർക്ക് അത് അറിയാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇക്കാര്യത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ നയൻതാര ഇപ്പോൾ ചക്കുളത്തുകാവിലെത്തി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേക പൂജയാണ് നടത്തിയിരിക്കുന്നത്. ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. വിഘ്നേഷ് ശിവൻ എന്ന ഹിന്ദുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം കൂടുതലും ക്ഷേത്ര ദർശനങ്ങൾ തന്നെയാണ് ഡയാന കുര്യൻ എന്ന നയൻതാര നടത്താറുള്ളത്. അമ്മയ്ക്ക് വേണ്ടി പ്രത്യേക പൂജകൾ നടത്താൻ ഒരിക്കലും മറക്കാത്തൊരു താരം കൂടിയാണ് നയൻതാര. കുടുംബസമേതമാണ് ഇപ്പോൾ കേരളത്തിലെ ചക്കുളത്തുകാവിൽ നടി എത്തിയിട്ടുള്ളത്. മുൻപ് പലപ്പോഴും നടി ഇവിടെ എത്തിയിട്ടുണ്ടും നടി അന്ന് നടത്തിയ നേർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുടുംബസമേതം കേരളത്തിലെത്തി തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഭർത്താവ് വിഘ്നേഷ് ശിവനും മക്കൾ ഉയിരിനോടൊപ്പം ഉലകിനോടൊപ്പവുമാണ് എത്തിയിരിക്കുന്നത്. നയൻതാര തിരുവല്ലയിലെ വീട്ടിലെത്തി അതിനുശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നയൻതാരയുടെ വീട്ടിലെത്തിയതിന്റെ ഒരു വീഡിയോ വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ദമ്പതികൾ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു. ഇതോടെ ഇവർ കേരളത്തിലുണ്ട് എന്നും വീട്ടിൽ പെട്ടെന്ന് ആവശ്യത്തിനെത്തിയതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികൾക്ക് പ്ലേ സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുൻപായി തന്നെ അമ്മുമ്മയെ കാണിക്കാനായും നാട്ടിൽ സമയം ചിലവഴിക്കാനുമായിട്ടാണ് തിരുവല്ലയിലെത്തിയത് എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതുപോലെ ഉച്ചപൂജയുടെ സമയത്താണ് ഇരുവരും ക്ഷേത്രത്തിലെത്തിയത്. ഇരുവരുടെ പേരിലും നക്ഷത്രത്തിലും പ്രത്യേക അലങ്കാര പൂജകളും വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ തന്നെ നിൽക്കുകയും പൂജയ്ക്കുള്ള തുക അടച്ച് രസീത് സ്വീകരിച്ച ശേഷമാണ് ഇരുവരും ദർശനം നടത്തിയത്. എങ്ങനെയാണോ അതിന്റെ ക്രമം അതനുസരിച്ച് തന്നെയാണ് നടി മുന്നോട്ട് പോയത്. നയൻതാരയും വിഘ്നേഷ് ശിവനെയും കാണാൻ നിരവധി ആളുകളും ആരാധകരും ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. ലളിതമായ വേഷത്തിലെത്തിയ ഇരുവരും ക്ഷേത്രാചരണങ്ങൾ പാലിച്ചു തന്നെയാണ് ദർശനവും പൂജകളും നിർവഹിച്ചത്. ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് വിഘ്നേഷ് ശിവന്റേതായി ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ പേട്രിയറ്റ് ആണ് നയൻതാരയുടെ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം. ഹായ് ആണ് നയൻതാരയുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം. കവിനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഉയിരിനോടൊപ്പം ഉലകിനോടൊപ്പമുള്ള ചിത്രങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ നയൻതാര പങ്കുവയ്ക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ മക്കളോടൊപ്പം സമയം ചെലവഴിക്കാനാണ് നടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മക്കൾ ജനിച്ചതിന് ശേഷമുള്ള വർഷങ്ങളിലെല്ലാം തന്നെ സിനിമകൾ കുറവായിരുന്നുവെന്നും ഷൂട്ടിങ്ങിന് പോലും താരം പോകുന്നത് വളരെ കുറവാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. ഇതെല്ലാം നയൻതാരയ്ക്ക് മക്കളോടുള്ള ഇഷ്ടം തന്നെയാണ് കാണിക്കുന്നത്. മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് പോലും പലപ്പോഴും മാറ്റിവെക്കുകയും വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിലെത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണ അമ്മയായി നയൻതാര മാറുകയും ചെയ്തത് വല്ലാത്തൊരു മാറ്റമായി തന്നെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ എല്ലാവരും എഴുതി ചേർത്തു. ഒരുപാട് കാര്യങ്ങളാണ് നയൻതാര ക്യാൻസൽ ചെയ്തതും കോടികളാണ് നയൻതാര വേണ്ടെന്ന് വെച്ചതും. അതെല്ലാം മക്കൾക്ക് വേണ്ടി തന്നെയാണ്, മക്കൾ വളരാൻ വേണ്ടി തന്നെയാണ് എന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.